ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ശവകുടീരങ്ങൾ തുറക്കുന്ന ആയുധം എന്ന് കേട്ടപ്പെടുന്നവർക്കും കത്തിയോ മഴുവോ കോടാലിയോ ഒരുശേല് ബോംബോ കൈ ബോംബോ വല്ലതും ആയിരിക്കാമെന്ന്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ശ്രദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27:51 മുതൽ ഞാൻ കൊണ്ടുവരികയാണ്. കാൽവരി വിരിമാറിൽ ഈശോ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിൽ കാവലിൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് യേശുവിന്റെ ആ മരണസമയത്ത് 2 തരത്തിലുള്ള കല്ലറകൾ തുറക്കപ്പെട്ടു. ഒന്ന്, അത് ശിലാതുല്യമായ മനുഷ്യന്റെ ഹൃദയം, യേശുവിനെ ക്രൂശിച്ച ശതാധിപനും പുത്രരുടെയും ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു. മാത്രമല്ല, മരണം മൂലം വേർപെട്ട് കല്ലും കുമ്മായം കൊണ്ടുണ്ടാക്കിയ ശവകുടീരത്തിൽ കിടന്ന ആ ശവകുടീരങ്ങളും തുറക്കപ്പെട്ടു. അവർ എഴുന്നേറ്റ് സിറ്റിയിലൂടെ, നഗരത്തിലൂടെ നടന്നുവന്ന്. അപ്പം ചുമ്മാ അനുഭൂതി അല്ലത്, സത്യമാണ്, ചരിത്ര സംഭവമാണ്. ആളുകൾ കണ്ടു മരിച്ചവരെ എഴുന്നേറ്റ് നടക്കുന്നത്. ഇനി നമുക്കറിയാം, പാപം ചെയ്ത് ആകുന്നവരെ പറ്റി ഫരിശിയർക്ക് കൊടുത്ത താക്കീതിൽ കർത്താവ് പറഞ്ഞില്ലേ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന്. മത്തായി 23:26 നമ്മൾ വായിക്കുന്നുണ്ട്. അത് പറയാൻ കാരണം, വിശുദ്ധ കുർബാനയ്ക്ക് പാറകളെ പിളർക്കുവാൻ, ശവകുടീരങ്ങളെ പിളർക്കുവാൻ, പാറ പോലെ ഹൃദയങ്ങളെ തുറക്കുവാൻ ശക്തിയുണ്ട്, പവറുണ്ട്. കാരണം എന്താണ് ദിവബലി? ദിവബലിയെപ്പറ്റി ഒരു വലിയ പ്രസംഗം പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലെ ഒരാസ്പെക്ട് മാത്രം നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 11:26 ഓരോ ദിവബലിയും കാൽവരിയിലെ യേശുവിന്റെ മരണമാണ്, മരണത്തിന്റെ ആഘോഷമാണ്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്, രോഗങ്ങൾ സുഖമാക്കപ്പെട്ടത്, അതിലെല്ലാം ഉപരിയായി രക്ഷ കൈവന്നത്. ഈ കർത്താവിന്റെ ബലി തുടരുകയാണ്. ആദ്യമേ സ്വർഗത്തിൽ ഒരു സ്വർഗീയ ബലിയുണ്ട്, പലരും മറന്നുപോകും. ഹൃദയം തുറക്കുന്നവർക്കത് കാണാൻ പറ്റും. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു തമ്പുരാൻ നമ്മൾ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ മധ്യസ്ഥം വഹിക്കുന്നുവെന്ന്. ഏക മധ്യസ്ഥനായ യേശു, ആ ഏക മധ്യസ്ഥന്റെ മധ്യസ്ഥം കൊണ്ടുള്ള ക്ലൈമാക്സ് കാണുന്നത് എവിടെയാണ്? കാൽവരിയിലാണ്. അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നുകൊണ്ട് രക്ഷ കൊണ്ടുവരുന്നത്. അത് തുടരുകയാണ് ഇന്നും സ്വർഗത്തിൽ ആ ബലി. അതിന്റെ പങ്കുചേരലാണ് ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാരുകളിൽ 5 ലക്ഷത്തോളം അധികം കത്തോലിക്ക ബലികൾ സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് മറക്കരുത്. അപ്പോൾ ഈ ഓരോ ബലിക്കും കല്ലറയെ തുറക്കാൻ പറ്റും. കല്ലറ പോലിരിക്കുന്ന കഠിനഹൃദയരുടെ ഹൃദയങ്ങളെ തുറക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവർക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അവിടെയാണ് കത്തോലിക്ക സഭ ആദ്യം മുതൽ മരിച്ചവർക്ക് വേണ്ടി കുർബാന ഇടുമായിരുന്നു. എനിക്ക് ഈ വിശ്വാസം കിട്ടിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ 6 മക്കൾക്കും അപ്പൻ നഷ്ടപ്പെട്ടു. അപ്പൻ മരിച്ചുപോയി. അവിടെ മകൾക്ക് 6 മാസം പ്രായമുള്ളൂ. എന്റെ അമ്മച്ചി അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും ആദ്യം ചെയ്തത്, ഇടവകയിൽ റിട്ടയർഡ് ആയിരുന്ന മടിയത്തച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛന്റെ അടുക്കൽ ചെന്ന് 30 ദിവസത്തെ കുർബാന, അതായത് ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് പണമേൽപ്പിച്ചു. അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അമ്മച്ചി പറയും, ചാച്ചന് വേണ്ടിയുള്ള കുർബാനയാ, അച്ചാച്ചന്റെ കുർബാനയാ. എന്റെ ശുദ്ധ മണ്ഡലത്തരത്തിൽ ഞാനൊരിക്കൽ ചോദിച്ചു, അമ്മച്ചി ഇത്രമാത്രം കുർബാന എന്തിനാ ചെല്ലുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഗ്രിഗോറിയൻ കുർബാന ചെല്ലിയാലേ അച്ചാച്ചൻ സ്വർഗത്തിൽ പോകുള്ളൂ. അച്ചാച്ചൻ നല്ലൊരു മനുഷ്യനായിരുന്നപ്പാ, ഒത്തിരി സ്നേഹമുള്ള വ്യക്തി, നാട്ടുകാർക്കും എല്ലാവർക്കും സംതൃപ്തനായി ജീവിച്ച ഒരു നല്ല ക്രിസ്ത്യാനിയായിരുന്നു. എങ്കിലും നമ്മുടെ കത്തോലിക്ക വിശ്വാസം അതായിരുന്നു, മരിച്ച ഒരാളിനു വേണ്ടി നിശ്ചയമായിട്ടും ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുക. ഇന്നതൊക്കെ മാറിയിരിക്കുകയാണ്.
ഇത് ഒരു പക്ഷേ മരിച്ച അവധിക്ക് ഒരു കുർബാന, വല്ലപ്പോഴൊക്കെ ഓർത്തുന്നില്ല, ഒരു കുർബാന എലിക്കുക, അത്രേ ഉള്ളൂ. പ്രിയ മക്കളെ, അച്ഛന്മാരും അത്രന്മാർക്ക് പോലും ഗ്രിഗോറിയൻ കുർബാനയുടെ ശക്തി അറിയത്തില്ല എന്ന് ഞാൻ പച്ചക്ക് പറയുന്നു. ഞങ്ങളുടെ സഭയിൽ ഉദാഹരണമായിട്ട് MSF സഭയിൽ ഒരാൾ മരിച്ചാൽ സഭയിലുള്ള 2000-ഓളം വൈദികർ ഓരോ കുർബാന ചെയ്തു. അങ്ങനെ കുർബാനകൾ കിട്ടുന്ന പല വൈദികരും എന്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഗ്രിഗോറിയൻ കുർബാനയുടെ വിശ്വാസം പോലെ സഭയിൽ പലർക്കും ഇല്ല. എനിക്ക് വേണ്ടി ഒരു കുർബാനയില്ലേ, എന്നെ സ്വർഗത്തിൽ വിടണമേ, 30 കുർബാന. ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലും എന്റെ കൂടെ നോവിഷ്യേറ്റ് നടത്തിയ എന്റെ ഒരു ഉത്തമ സുഹൃത്തായ ഒരു വൈദികന്റെ ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ പഠനങ്ങൾ അല്ലെങ്കിൽ മറ്റ് വൈദിക വിദ്വേഷമുള്ളവരുടെ പഠനങ്ങൾ കേട്ടുകൊണ്ട് പലരും ഇങ്ങനെ മരണം മൂലം വേർപെട്ടുള്ള ഭക്തിയും സ്നേഹവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അച്ഛന്മാർക്ക് എന്തിനാ ഈ പണം കൊടുക്കുന്നത്? കുർബാന പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഈ കുർബാന ഏൽപ്പിക്കൽ എന്ന്. നിങ്ങൾ ഓർക്കരുത്, ഈ കുർബാന പണം കൊണ്ട് മാത്രമാണ് അച്ഛന്മാർ കഴിയുന്നത് എന്ന്. പ്രിയമുള്ള, എനിക്ക് പലരെയും ആത്മാർത്ഥമായിട്ട് അറിയാൻ കഴിയും. കുർബാനയ്ക്ക് കിട്ടുന്ന പണം പലപ്പോഴും പാവങ്ങൾക്കായിട്ട് കൊടുക്കുന്ന വൈദികരാണ് ഭൂരിപക്ഷവും. ഒരു വിഷയം ചിലരൊക്കെ കാണുമായിരിക്കും സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്നവർ. എനിക്ക് എന്റെ തന്നെ അനുഭവത്തിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഒരു കുർബാനയ്ക്ക് വിലയില്ല, അളക്കാൻ പറ്റില്ല. അളവില്ലാത്ത അനുഗ്രഹമാണ് ഒരു ബലിക്കുള്ളത്. അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ഓരോ ബലിക്കുമുണ്ട്. ഈശോയുടെ ബലിയാണ്, അച്ഛന്റെ ബലിയല്ല. അച്ഛന് കൊടുക്കുന്നത് കൂലിയാണ്, കുർബാനക്കൂലി, കുർബാന പണം കൊടുക്കുന്നത്. ഒരു കൂലി കൊടുക്കുകയാണ് കുർബാന ചൊല്ലുന്നതിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ. അത് ചെയ്യുന്ന പണിക്കുള്ള കൂലിയാണ് ഞാൻ പച്ചയ്ക്ക് പറയും. അത് വിലയല്ല, കുർബാനയ്ക്ക് വിലയില്ല കേട്ടോ. അതിന് വില അളവില്ലാത്ത വിലയാണ്, വില തീരാത്തതാണ് ദൈവബലി. ഇനിയും നീ കൊടുക്കുന്ന കൂലിക്കനുസരിച്ചാണ് നിനക്കൊരു പരിത്യാഗമുള്ളത്. അതനുസരിച്ചാണ് ആ പരിത്യാഗ ബലിയുടെ ഫലം നിനക്കോ നീ ആർക്കു വേണ്ടി കൊടുക്കുന്നതോ ഉണ്ടാകുന്നതും. ഉദാഹരണമായിട്ട് ഞാൻ ഓർക്കാൻ, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചി 3-4 ദിവസം എന്റെ പോക്കറ്റിൽ ഒരു കവറിട്ടു. ഞാൻ ധൃതി വെച്ചു പോകാനും താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ ചെന്ന് തുറന്നപ്പോൾ കണ്ടത് $10,000 അമേരിക്കൻ ഡോളർ. എന്നിട്ട് കവറിൽ എഴുതിയിട്ടുണ്ട് എന്റെ ഭർത്താവിന് ഒരു കുർബാന എന്ന്. ഞാൻ ഓർത്തു, 85 വയസ്സുള്ള അമ്മച്ചിക്ക് വല്ല ഓർമ്മക്കുറവായിരിക്കാം. ഞാൻ ആ പണം എടുത്തില്ല, കുർബാന എഴുതിയില്ല ഡയറിയിൽ. രാവിലെ വന്നപ്പോൾ അമ്മച്ചിയെ വിളിച്ചു ചോദിച്ചു, അമ്മച്ചി ഇന്നലെ തന്ന കവർ ഓർക്കുന്നോ? പിന്നെ എനിക്ക് അൾസൈമറൊന്നുമില്ല, ഓർമ്മക്കുറവൊന്നുമില്ല. ശരി, എന്നാ പറ്റി അമ്മച്ചി? ഞാൻ അതിനകത്ത് $10,000 എന്റെ ഭർത്താവിന്റെ ഫോട്ടോയും പേര് എഴുതിയിരുന്നു ഒരു കുർബാന. എനിക്ക് കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പണം ഞാൻ വെച്ചേനെ. എന്റെ ഭർത്താവിന്റെ സ്നേഹം ആർക്കടക്കാൻ പറ്റും? കഥാവിന്റെ ഏറ്റവും വലിയ സ്നേഹപ്രകടനം ദൈവബലിയിലാണെന്ന് എനിക്കറിയാം. എങ്കിൽ അളക്കാനാവാത്ത ആ സ്നേഹമാണ് അച്ഛൻ കുർബാനയിൽ അർപ്പിക്കുന്നത്. അതിന് എന്നെ കഴിവത് അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തന്നതാണ്. സത്യത്തിൽ അമ്മച്ചി എന്നെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ കുർബാനയ്ക്ക് 100 രൂപ അല്ലെ 500 രൂപ കൊടുത്തേച്ച്, അല്ലെ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് കൂടി കൊടുത്തു അച്ഛന്മാർ സുഖിക്കാനായിട്ട് പണം മേടിച്ചു വന്ന്, ഇങ്ങനത്തുള്ള ആത്മാർത്ഥയില്ലാത്ത വാക്ക്, ഓരോ വാക്കിനും കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വളരെ വില കുറഞ്ഞ സംസാരമാണ്. അച്ഛന്മാരെ പണം ഉണ്ടാക്കാനാണ് ദിവ്യബലിക്ക് പണം മേടിക്കുന്നത്, കുർബാന പണം മേടിക്കുന്നത് എന്ന് അല്ല. പ്രിയമുള്ളവരെ, ഇവിടെ പെന്തക്കോസ്തക്കാരോ കത്തോലിക്ക സഭയുടെ വിരോധമുള്ളവരോ കത്തോലിക്ക സഭയിൽ തന്നെ വിരോധമുള്ളവരും പറയുന്നത് കേട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസം മാറിപ്പോകരുതേ എന്ന് എനിക്ക് പറയാനുള്ളത്. ദിവ്യബലി ഉദാഹരണമായിട്ട് നിങ്ങൾ പണം കൊടുത്തല്ലെങ്കിലും നടന്നു പോവുക. എനിക്കറിയാം, കാറുള്ളവർ നടന്നു പോകും. അതിന്റെ ആ ത്യാഗം സഹിച്ചുകൊണ്ട് കുർബാനയെ സംബന്ധിച്ച് സമർപ്പിക്കാം. പണ്ടൊക്കെ അങ്ങനെയാണ് നടന്നാ പോയിരുന്നത്, അല്ലേ? ഇപ്പോഴേ കാറെ സൂക്ഷിച്ചു പോയി നമ്മൾ വരുന്നത്. അപ്പോ ആ ബലി സംബന്ധിക്കുന്ന ഒരു ത്യാഗബലിയാണ്, ത്യാഗത്തിനാണ് വില. അപ്പൊ ആ നടന്നു പോകുന്നു, അടുത്തത് മുട്ട നിൽക്കുന്നു. അപ്പോൾ അവിടെ സഹനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒരു വിഷയം വണ്ടിയെ പോവുകയാണെങ്കിൽ തന്നെ പെട്രോളിന്റെ ചെലവ്. അപ്പൊ ആ പണം അച്ഛനെ സഹായിക്കാൻ കൊടുക്കുന്നു, അതാണ് കുർബാനപ്പണം. അപ്പോഴും ത്യാഗമുണ്ട്. ആ ത്യാഗത്തിന്റെ വിലയാണ് നിനക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് അർപ്പിക്കുന്നത്. അതനുസരിച്ചാണ് ഒരു ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ മാനസാന്തരം നടക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ.
അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് അതായത് മറ്റുള്ളവര് പറയുന്നത് കേട്ടുകൊണ്ടെങ്കിൽ ശുദ്ധിയാത്മാക്കളുടെ കടപ്പാടുകൾ ചെയ്യാതിരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിശ്വാസം പണ്ട് മുതലുള്ള വിശ്വാസം ആണ്. ഇവിടെ ഞാൻ ചുരുക്കമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പഠനം പറയട്ടെ. ഒറ്റ കുർബാനകളുണ്ട്. അതായത് ജീവിച്ചിരിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കാം, രോഗശാന്തിക്ക് വേണ്ടിയായിരിക്കാം, അത് ഭൗമികവും മാനസികവുമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇനി ഒരു കുർബാന മരിച്ചവന് വേണ്ടി ചെല്ലാൻ പറ്റും, മരിച്ചവർക്ക് വേണ്ടി ചെല്ലാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നൊവേന കുർബാനകൾ, 9 കുർബാനകൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പരേതയായ ഒരാൾക്ക് വേണ്ടിയുള്ള ഗ്രിഗോറിയൻ കുർബാന ചെല്ലാൻ കഴിയും, ചൊല്ലിപ്പിക്കാൻ കഴിയും. ഇനിയും വേറൊരു കുർബാന ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാൻ പോവുകയാണ്. ഫാമിലി ട്രീ മാസ്, കുടുംബ വിശുദ്ധീകരണ കുർബാന. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അതായത് പൂർവികന്മാർ അവർക്ക് വേണ്ടിയുള്ള കുർബാന. നമ്മൾ ബൈബിൾ പലയിടത്തും വായിക്കുന്നുണ്ടല്ലോ, 4 തലമുറയോളം ശാപങ്ങൾ നിലനിൽക്കുമെന്ന്. ബഹുമാനപ്പെട്ട പടിയര പിതാവ് നമ്മുടെ ആദ്യത്തെ കരുതിനാള് ജീവിച്ചിരുന്ന കാലത്തിനോട് പറയും, 4 തലമുറ പോരാ 7 തലമുറയും വേണം. അദ്ദേഹം എന്നെക്കൊണ്ട് എന്റെ കുടുംബത്തിലെ 7 തലമുറകൾക്ക് വേണ്ടി കുർബാന ചൊല്ലിപ്പിച്ചു. എങ്ങനെയാണ് ഞാൻ പറയാം? അപ്പനും അമ്മയ്ക്കും ഓരോ കുർബാന 2, വലിയപ്പനും വല്യമ്മയും 2, അപ്പന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് 4. ഇനിയും വലിയപ്പൻ എന്ന് പറഞ്ഞാൽ 8, ആ മുഴുവല്യപ്പൻ എന്ന് പറഞ്ഞാൽ 16, 8, 4, 2, 30 അപ്പോൾ 30 തലമുറയിലെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഉള്ള ബലി. 2 തലങ്ങളിലും കൂടി ആകുമ്പം 60. ഓക്കെ, അത് അവരെ വിശുദ്ധീകരിച്ച് അവരിലൂടെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാനും അനുഗ്രഹം പ്രാപിക്കാനും ഇടയാക്കും. ഇത് അനുഭവസ്ഥനാണ്. ഞാൻ ഏറെ പേരുടെ കണ്ടിട്ടുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ശാപങ്ങൾ മാറുവാൻ ഇപ്രകാരം 30 കുർബാന 30 കാർന്നോമാർക്ക് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഉദാഹരണം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കുന്നത്, അവർ വൈദികനാകാനുള്ള ദൈവവിളി ഉണ്ടാകുന്നത്, ഇങ്ങനെ ഒത്തിരി. അതുപോലെ തന്നെ മറ്റ് ഭൗമിക അനുഗ്രഹങ്ങൾ പോലും വരുന്നത് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ അനേകമാണ്, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എന്റെ വെബ് പേജിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 7 തലമുറയ്ക്കാകുമ്പോൾ എത്രയോ കുർബാന? വലിയ കണക്കാണ് മക്കളെ. അത് ഞാൻ പറഞ്ഞല്ലോ, 4ാം തലമുറയിലാണെങ്കിൽ 30 കുർബാനയാണ്. 5ാം തലമുറയിലാവുമ്പോൾ എന്താണ്? 30 + 32, അപ്പോൾ 62 കുർബാനയാണ്. 6ാം തലമുറയിലാണെങ്കിലോ 124 62, 124 + 62, 186 കുർബാന. 7ാം തലമുറയാണെങ്കിലോ 272 + 186, 272 186, 458 കുർബാന. ഞാനിത് എനിക്ക് കുർബാനപ്പണം തരണമെന്നോ ചിലർക്കൊന്നും പറയല്ല, നന്മ കാര്യങ്ങൾ പറഞ്ഞു തരികയാണല്ലോ എന്റെ കടമ. എപ്പോഴാണ് ഞാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വടിയാകാൻ വലിയ താമസം കാണില്ല. ഞാൻ മൺമറയുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് തന്നിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് അടപ്പാടുകൊണ്ട് പറയാണ്. എനിക്ക് തന്നെ ഷക്കീനായ കുടുംബവൃക്ഷ ധ്യാനത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചെന്ന് എന്റെ ഓർമ്മ. ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയാണ്, ദിവ്യബലിയുടെ ശക്തി മനസ്സിലാക്കണമേ. അത് നിശ്ചയമായിട്ടും ഇതൊക്കെ ഞാൻ പച്ചക്ക് എന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശുദ്ധിയാത്മാക്കളോടുകൂടെ എന്ന് എന്റെ പുസ്തകം വായിക്കാം. എന്തെല്ലാം സൽപ്രവർത്തികളിലൂടെ ശുദ്ധിയാത്മാക്കളെ രക്ഷിക്കാമെന്നത് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ ശാപങ്ങളിൽ നിന്നുള്ള വിമോചനം എന്ന പുസ്തകത്തിലും, നിത്യത ദർശിച്ച നിമിഷം എന്ന പുസ്തകത്തിലും ഇത് ബലമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ കാര്യശവാനി കിട്ടും. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. ഓക്കെ, ഞാൻ പറയാൻ കാരണം അത് ഇന്ന് നമ്മുടെ യുവതലമുറയിൽ പ്രത്യേകിച്ച് മണ്ണം മൂലം വേർപെട്ടുള്ള ബഹുമാനവും സ്നേഹമോ പ്രാർത്ഥനയൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ മരിച്ചു കഴിഞ്ഞ് ചെയ്തുകൊണ്ട് വരില്ല. കാരണം അവർ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടു പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു മാതൃകയായിരിക്കട്ടെ. നിങ്ങൾ മനം മൂലം വേർപെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ സത്പ്രവർത്തികൾ അത് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ.
ഇനിയും എന്റെ ശുദ്ധീകരണത്തിലെ ശുശ്രൂഷയെ പറ്റിയൊക്കെ കേൾക്കും പലരും ഓർക്കും എനിക്ക് മാനസിക രോഗമാണെന്ന്. ഞാൻ ഏതായാലും ഈ ലോകം മുഴുവൻ ചുറ്റി 104 രാജ്യങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ എന്നെ അടുത്തറിയുന്നവരാണ്. ഞാൻ 10 കൊല്ലം രോഗിയായിട്ട് വീൽചെയറിൽ താമസിച്ച് ഒരു മാനസിക രോഗവിദഗ്ധന്റെ വീട്ടിലാണ്. ഡോക്ടർ ഋഷി എന്ന് പറഞ്ഞ ആള് ഒരു സൈക്കോ തെറപ്പിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്റെ ആണി വല്ലതും പോയതാണോ എന്ന് ഞാനും ഇടപെടുന്നവർക്കറിയാം. ഞാൻ സ്ഥിരബോധത്തോടെ ആ മക്കളെ പറയുന്നത്. എന്റെ കർത്താവ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ ധാരാളം അനുഭവങ്ങളിലേക്ക് എന്നെ നയിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കണം, തിരുസഭ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ആളുകൾ മാത്രമല്ല. സഭയ്ക്ക് 3 മാനങ്ങളുണ്ട്. നമുക്കറിയാം, മഹത്വീകരിക്കപ്പെട്ട സഭ, മാതാവും വിശുദ്ധരും മാലാഹമാരും അടങ്ങി സ്വർഗത്തിലുള്ള സഭ. അതെല്ലാവർക്കും അറിയാം ഒരു വിഷയം, കാരണം അവരോട് മധ്യസ്ഥം എല്ലാവരും യാചിക്കുന്നുണ്ട്. രണ്ടാമത് സഹന സഭ എന്ന് നമ്മൾ പറയും, അതാണ് ശുദ്ധീകരണം. അതായത് നമ്മൾ വിശുദ്ധരായി ജീവിച്ചിട്ടും നമ്മൾ വീട്ടാനുള്ള കടങ്ങൾ മോചിക്കാതെ കിടക്കുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പറയാൻ പറ്റില്ല. പാപം ക്ഷമിക്കപ്പെടാനല്ല ശുദ്ധീകരണത്തിൽ കിടക്കുന്നത്, വിശുദ്ധരായിട്ടുള്ളവരാണ് പോകുന്നത്. നമ്മൾ ഈ വിശുദ്ധരെ എന്ന് വിളിക്കുന്ന എല്ലാവരും തന്നെ ഈശോയും മാലാഖയും ഒഴിച്ച് എല്ലാവരും ശുദ്ധീകരണത്തിലൂടെ കുറച്ചു സമയമല്ല, വലിയ സമയമല്ല, നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയത്, വിശുദ്ധരായത്. അതുകൊണ്ടാണ് ബൈബിൾ തന്നെ പറയുന്നു, മരിക്കുമ്പോൾ ആരെയും വിശുദ്ധരെന്ന് വിളിക്കരുത് എന്ന്. സഭ അങ്ങനെയാണ്, ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. കാരണം കർത്താവിനെ മുഖാമുഖമായി കാണുക. പരിശുദ്ധൻ 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 സദാസമയവും മാലാഖമാർ വിളിച്ചു പ്രഘോഷിക്കുന്ന കർത്താവിനെ മുഖാമുഖമായി കാണാൻ ഏറെ വിശുദ്ധി ഉണ്ടായി മതിയോ. അപ്പോൾ നമ്മളെ ഒരു പക്ഷെങ്കിൽ തീക്കകത്തൂടെ, ആ തീ പേടിക്കാനുള്ളതല്ല കേട്ടോ, പലരും പേടിക്കും. ഈ തീ നമ്മുടെ കൽക്കരി കൊണ്ടുള്ള തീയോ തടി കൊണ്ടുള്ള തീയോ അല്ലെങ്കിൽ ഓയിൽ കത്തിയുള്ള തീയൊന്നും അല്ല, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് അഗ്നിയായി വരണമേ എന്ന് പറയാറുള്ളത് നമ്മളൊക്കെ ഇല്ലേ. അതുപോലെ നമുക്കറിയാം, പെന്തക്കോസ്താ ജനത്തിൽ അഗ്നി രൂപത്തിലാണ് വന്നത്. അഗ്നിയാ സ്നാനപ്പെടുത്തുമെന്ന് യോഹന്നാൻ മാനായിലൂടെ കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ ഈ അഗ്നി സ്നാനമാണ്, അത് അഗ്നി തന്നെയാണ്, പക്ഷെ അത് മാധുര്യമുള്ള അഗ്നിയാണ്, ശക്തിയുള്ളതാണ്, വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. അതേപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ഇപ്പോൾ പറ്റുകയില്ല, കാരണം ഒക്കെ എന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഒരു പക്ഷെ കത്തി എല്ല് വരെ ആകും, പക്ഷെ വേദനയില്ല. ശുദ്ധീകരണത്തിൽ എല്ലാവരും സന്തോഷിച്ചാണ് കിടക്കുന്നത്. അവരുടെ മുഖത്തെ സന്തോഷവും പ്രത്യാശയും കാണുമ്പോൾ നമ്മൾ തിരിച്ചു വരാൻ പോലും ആഗ്രഹിക്കില്ല. ഞങ്ങൾ അവരുടെ അടുത്ത അനുഭവങ്ങൾ കണ്ട് എന്റെ കാവലന്മാരാകെ കൊണ്ടുപോയപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ ഇഷ്ടമില്ല, നമ്മുടെ കാലം കിടന്നാൽ മതിയെന്ന് ഓർത്തായിരുന്നു. ഈ ഭൂമിയിലെ അലിച്ചലിനേക്കാൾ നല്ലത് ശുദ്ധീകരണത്തിൽ കിടക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം അവരുടെ ആ സന്തോഷം, അവർക്കറിയാമായിരുന്നു കർത്താവിനെ ഒരിക്കൽ മുഖം കാണും. മാത്രമല്ല ഈ സഹനം പരിശുദ്ധാത്മാവുള്ള തീ, അത് എന്ത് പറഞ്ഞാലും മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല മക്കളെ. അതായത് അഭൗമികമായ കാര്യങ്ങൾ, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ, അതിസ്വാഭാവിക കാര്യങ്ങൾ ഈ ലോകത്തിലായിരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ കർത്താവ് എനിക്ക്, പാപിയായ എനിക്ക്, ബലഹീനായ എനിക്ക് അവസരം തന്നു. കർത്താവ് തന്നത് കണിശമായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കുവാനും നിങ്ങളെ ആത്മീയമായിട്ട് ഉയർത്തുവാനുമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ അവസാനത്തെ ആ പുസ്തകം ശുദ്ധാത്മാക്കളുടെ കൂടെ എന്ന പുസ്തകം എഴുതുന്നത്. എനിക്കറിയാം പലരും തെറ്റിദ്ധരിച്ചേക്കാം, എന്നെ കുറ്റപ്പെടുത്തിയേക്കാം, എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുതിയത്. പ്രിയപ്പെട്ട, അതുവഴിയായി ഏറെ പേര് പ്രബുദ്ധമായത് എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടത്, അതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ ഞാൻ പറയുന്നത്. വിശുദ്ധ കുർബാന പോയി സംബന്ധിക്കുന്നതിനും വിശുദ്ധ കുർബാന പണം കൊടുത്ത് അർപ്പിക്കുന്നതിനും പിശുക്ക് കാണിക്കരുത്. അതിന്റെ ആ ത്യാഗമനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കല്ലറകൾ തുറക്കും. 2 കല്ലറകളും പാപത്തിന്റെ ബന്ധനത്തിലയക്കുന്ന ആളുകളുടെ ഹൃദയമാകുന്ന കല്ലറകൾ, അതുപോലെ മരണം മൂലം വേർപെട്ട് സിമന്റും കുമ്മായം കൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ കിടക്കുന്നവരുടെ അഥവാ മണ്ണിൽ കിടക്കുന്നവരുടെ ആത്മാക്കൾ. അത് ഞാൻ എന്റെ മകൻ പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു, അച്ഛാ ദൈവത്തിനെതിരായിട്ട് നിന്ന് പറയുന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ഞാൻ അവരോട് പറയുന്നതാണ്, അവർക്ക് വേണ്ടി ബലി അർപ്പിക്കൂ. ഞങ്ങളുടെ ചിലരൊക്കെ ഒറ്റ കുർബാന അർപ്പിക്കും, നവീന കുർബാന, വേറെ ചിലർ അത് ഈ കുടുംബത്തിലെ പിതാമഹന്മാരുടെ അനുഗ്രഹങ്ങൾ കിട്ടുവാനായി 30 കുർബാന അല്ലെങ്കിൽ 500 കുർബാനയൊക്കെ ചൊല്ലിക്കുന്നതും അതിനുശേഷം ഈ മക്കളുമായിട്ട് മാനസാന്തരപ്പെട്ട മക്കളുമായിട്ട് വരുന്നത്. ചില എന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എന്റെ വെബ് പേജിൽ വായിക്കും.
എത്ര അനുഗ്രഹങ്ങൾ ഈ കുടുംബവിക്ഷ കുർബാനകൾ കൊണ്ടുവന്നാണ്. അതുകൊണ്ട് അച്ഛന്മാർക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള വരുമാന മാർഗം പറയുകയാണെന്ന് ദയവായി പറയരുത്. അത്ര മീനായി പോയത്. ഓക്കെ, ഞാൻ അതിനുവേണ്ടി പറയുന്നതല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് ആണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറാൻ പറയുന്നതാണ്. മാത്രമല്ല, നിങ്ങളും പൂർവികന്മാരും സഭ മുഴുവനും ഉണർന്ന്, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മൾ ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ശക്തമാകുന്നതിനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. പ്രാർത്ഥനയും പരിത്യാഗവും വേണം. ദിവബലി ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ദിവബലി അച്ഛൻ്റെതല്ല, നിങ്ങൾ പോകുന്ന അച്ഛന്റെ ബലിക്കല്ല, യേശുവിന്റെ ബലിക്കാണ്. യേശുവിന്റെ കാൽവരി യാഗത്തിൽ പങ്കുകൊള്ളാൻ പോകുന്നു. യേശുവിന്റെ സ്വർഗീയ ബലിയിൽ പങ്കുകൊള്ളാൻ പോകുന്നു. വൈദികൻ അർപ്പകൻ മാത്രം. പ്രസ്തുതയിലിരിക്കുന്ന അങ്ങനെ സെലബ്രന്റ് അർപ്പകൻ. നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. അതിനുവേണ്ടി കിട്ടിയ പൗരോഹിത്യമാണ് നിങ്ങളുടെ പൗരോഹിത്യം, ശുശ്രൂഷ പൗരോഹിത്യം. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു മാത്രം. ബലി അർപ്പിക്കുന്ന കർത്താവാണ്, കർത്താവിന്റെ ബലിയാണ്. പോകൂ, സംബന്ധിക്കൂ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ പോകൂ. ഞാൻ പറഞ്ഞ കാർ ഉപയോഗിക്കേണ്ടെന്നല്ല, അതിനെ തെറ്റിദ്ധരിക്കരുത്. ത്യാഗങ്ങൾ വേണം. അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതെ, നിങ്ങൾ പിശുക്ക് ഓർക്കരുത്. ഈ കൊച്ചു വർത്താനം പറയരുത്. അതായത് ഇലക്കം പറയരുത്. അയ്യോ, കുർബാനയ്ക്ക് അവിടെ 100 രൂപ, ഇവിടെ 500 രൂപ, അവിടെ 300 രൂപയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മള് എന്ത് പൈസ വാരിക്കോരി തിന്നാനും കുടിക്കാനും ഒക്കെ ആഡംബരത്തിനുവേണ്ടി വാരി എതിർന്നു. അതിനെപ്പറ്റിയൊന്നും നമ്മൾ കണക്ക് പറയാറില്ല. ഏറ്റവും പരിപാവനമായ ഒരു ബലി അർപ്പിക്കാൻ അല്പം പൈസ മാറ്റി വെക്കുന്നതിനെ പറ്റി എന്ത് ഇല്ലക്കം പറയുന്ന മലയാളികളാണ് നമ്മൾ എന്ന് ആലോചിച്ച് നോക്കാൻ. പച്ചക്കയം പറയാണ്, ഇതിങ്ങനത്തുള്ള ഇല്ലക്കം പറച്ചിലൊക്കെ നമ്മളാ പറയുന്നത്, നമ്മുടെ മലയാളികളുടെ ഇടയിൽ. അതും വൈദികയുള്ള സ്നേഹം പോയതുകൊണ്ട്. വൈദികനെ സ്നേഹിക്കാൻ ഞാൻ പറയുന്നില്ല, ഈശോയെ സ്നേഹിച്ചു കേട്ടോ. ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും ഈശോയെ സ്നേഹിച്ച് ഈശോ പറയുന്നതനുസരിച്ച് നല്ല വിശുദ്ധരായി ജീവിക്കുക. കൃപ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈദികരായി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒത്തിരി വേദനിപ്പിച്ചു നിങ്ങളെ. ഞങ്ങൾ നല്ല മാതൃക തരാതെ, പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ മാതൃക തരാതെ, ഞാൻ ഒരു വീഡിയോയിലൂടെ എല്ലാ മക്കാന്മാരും എല്ലാ അച്ഛന്മാരും പറഞ്ഞു ക്ഷമ ചോദിക്കണമെന്ന്. ഞാനും ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കൂ. ഒരു നിമിഷം കണ്ണുകളടച്ച് ദിവബലിയുടെ അത്ഭുതത്തെപ്പറ്റി ധ്യാനിക്കാം. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് വൈദികൻ പറയുമ്പോൾ ആ ധാരയിൽ ഈശോയുടെ സാന്നിധ്യം, ശാരീരിക സാന്നിധ്യം, ആത്മീയ സാന്നിധ്യമല്ല. കാണാം, തൊടാം, തിന്നാം. അതാണ്. അത് മാംസമായും രക്തമായും മാറുന്നുവെന്ന് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുവെങ്കിലും ശാസ്ത്രം പഠിപ്പിക്കുന്നത് അത് ഈശോയുടെ ഹൃദയമായിരുന്നു, ഹൃദയത്തിന്റെ പേശികളായി മാറുന്നുവെന്ന്. ആ വലിയ അത്ഭുതം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും സ്വർഗം തുറക്കപ്പെടും. ഈ സത്യം ഇത് കേട്ട മക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കണമെന്നാണ് ഈ ദാസൻ പ്രാർത്ഥിക്കുന്നത്. ആത്മാവെ, പരിശുദ്ധാത്മാവെ, ഹൃദയങ്ങൾ തുറക്കണമേ. പരിശുദ്ധ കുർബാന എന്ന അത്ഭുതത്തെ മനസ്സിലാക്കുവാനും അതിന്റെ ഫലം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ബലിയിൽ സംബന്ധിക്കുവാനും, അഥവാ പണം കൊടുത്തു തന്നെ, ത്യാഗം കൊടുത്തു തന്നെ അതിന്റെ ഒരു പങ്കാളിയായി തീർന്ന് ഇവരും ഇവരുടെ മരണം മൂലം വേർപെട്ടവരും ജീവിച്ചിരിക്കുന്നവരും രക്ഷ പ്രാപിക്കുവാനും ഇടയാക്കണമേ. ഞാനീ പറഞ്ഞ ആധ്യാത്മിക ഉപദേശത്തെ തെറ്റിദ്ധരിക്കാതെ സ്വീകരിക്കുവാൻ ഇവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്താലും. പ്രിയപ്പെട്ടവരെ, മക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ, മാതാവിന്റെ ഹൃദയത്തോട് അർപ്പിച്ച് ഞാൻ സമൃദ്ധമായി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. മരണം മൂലം വേർപെട്ട നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ആത്മശാന്തിക്കായി സ്വർഗപ്രാപ്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.